ഇനി നമുക്ക് നോക്കാനുള്ളത് ഡെർമാറ്റോഫൈറ്റോസിസ്. ഈ ഡെർമാറ്റോഫൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ക്യൂട്ടേനിയസ് മൈക്കോസിസ് ആണ്. സാധാരണ നമ്മുടെ സ്കിന്നിൽ, ഹെയറിൽ, നെയിലൊക്കെ ഉണ്ടാവുന്ന ക്യൂട്ടേനിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിൻ്റെ എന്താ പറയുക, ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഡെർമാറ്റോഫൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളിതിനെ റിംഗ്വേം ഇൻഫെക്ഷൻ ആൻഡ് ടീനിയ എന്നൊക്കെ പറയാം. ഒന്നെങ്കിൽ നമ്മൾ റിംഗ്വേം ഇൻഫെക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ടീനിയ എന്ന് പറയും. ഇപ്പോൾ സാധാരണ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഹോമോലോഗസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫംഗസ് ആണ്. This infection are caused by homologous group of closely related fungi known as ഡെർമാറ്റോഫൈറ്റ്സ്. അപ്പോൾ ഡെർമാറ്റോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഫംഗസുകളാണ് സാധാരണ നമുക്ക് ഡെർമാറ്റോഫൈറ്റോസിസ് അല്ലെങ്കിൽ നമ്മൾ റിംഗ്വേം അല്ലെങ്കിൽ ടീനിയ എന്നൊക്കെ പറയുന്ന ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഡെർമാറ്റോഫൈറ്റ്സ് സാധാരണ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കെരാറ്റിനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യുള്ളൂ. അതായത് സ്കിന്ന്, ഹെയർ, നെയില് എന്നിവയൊക്കെയാണ് സാധാരണ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ടുള്ള സ്ഥലത്തേക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാറില്ല. ഏത് ഇൻഫെക്ഷൻ? ഡെർമാറ്റോഫൈറ്റ്സിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാറില്ല. ഇനി ഏതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെർമാറ്റോഫൈറ്റ്സ് ദാറ്റ് കോസ് ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ ആൻഡ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 ജനീറ. അപ്പോൾ നമുക്ക് ഡെർമാറ്റോഫൈറ്റ്സ് ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ട്രൈക്കോഫൈറ്റൺ. ഈ ട്രൈക്കോഫൈറ്റൺ നമുക്ക് ഉണ്ടാക്കുന്നത് സ്കിന്നും ഹെയറിനും നെയിലിനുമാണ്. സ്കിന്നിന്, ഹെയറിന്, നെയിലിന് ഒക്കെ ഉണ്ടാക്കുന്ന ഈ നമ്മുടെ ഡെർമാറ്റോഫൈറ്റോസിസിൻ്റെ ആ ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ട്രൈക്കോഫൈറ്റൺ. ഇനി വേറൊന്നാണ് മൈക്രോസ്പോറം. ഈ മൈക്രോസ്പോറം നമുക്ക് സ്കിന്നിനും ഹെയറിനും മാത്രമാണ് ഉണ്ടാകുന്നത് കേട്ടോ. ടീനിയ അങ്ക്യൂയും സാധാരണ ഈ ഇൻഫെക്ഷനിൽ വരുന്നില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വരുന്നില്ല. ഇതിനുള്ള ഈ ഗ്രൂപ്പിൽ വരുന്നത് സ്കിന്നിലും ഹെയറിനും മാത്രം ഉണ്ടാക്കുന്ന ഡെർമാറ്റോഫൈറ്റോസിസ് ആണ്. മൂന്നാമത്തേതാണ് എപ്പിഡെർമോഫൈറ്റൺ. ഈ എപ്പിഡെർമോഫൈറ്റണ് നമുക്ക് സ്കിന്നിനും നെയിലിനുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്കിന്നിനും നെയിലിനുമാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ ഒരു 7 ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. അതായത് 1 ടീനിയ ബാവെ, 2 ടീനിയ കോപ്പോറിസ്, 3 ടീനിയ ക്യാപിറ്റിസ്, 4 ടീനിയ ക്രൂരിസ്, 5 ടീനിയ പെഡിസ്, 6 ടീനിയ മാനം, 7 ടീനിയ അൺഗുയം കേട്ടോ. അൺഗുയം എന്നൊക്കെയാണ് നമ്മളതിനെ പറയുക. ഇതിൻ്റെ ട്രാൻസ്മിഷൻ സാധാരണ ക്ലോസ് കോണ്ടാക്റ്റ് അല്ലെ ക്ലോസ് കമ്മ്യൂണിറ്റിയിലാണ് സാധാരണഗതിയിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ അടുത്ത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ക്ലോത്ത്, അതുപോലെ ചീപ്പ്, ബ്രഷ്, ടവൽസ്, ബെഡ്ഷീറ്റ് ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ ആനിമൽ ടു ഹ്യൂമൻ കോണ്ടാക്ട്സ്, മൃഗങ്ങളിൽ നിന്നും ഈ മനുഷ്യരിലേക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അതിലാദ്യത്തെ നമുക്ക് നോക്കാം, ടീനിയ ക്യാപിറ്റിസ്. ടീനിയ ക്യാപിറ്റിസ് ആണ് നമ്മൾ നേരത്തെ 7 പറഞ്ഞത്. അതിലൊന്നാണ് ടീനിയ ക്യാപിറ്റിസ്. ദിസ് ഈസ് ദ ഇൻഫെക്ഷൻ ഓഫ് ഷാഫ്റ്റ് ഓഫ് സ്കാൽപ്പ് ഹെയർസ് ആൻഡ് പ്രസൻറ്റ് ആസ് ഫോളോയിങ് ക്ലിനിക്കൽ ടൈപ്സ്. സാധാരണ നമ്മുടെ ഹെയർ ഷാഫ്റ്റിന്, അതുപോലെ നമ്മുടെ സ്കാൽപ്പ് അല്ലെ തലയിലെ സ്കിന്നിനൊക്കെ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസാണ് ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയുന്നത്.
അപ്പോൾ അത് രണ്ട് തരമുണ്ട്, ഇൻഫ്ലമേറ്ററി ഉണ്ട്, അതുപോലെ നോൺ ഇൻഫ്ലമേറ്ററി ഉണ്ട്. ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് പഴുപ്പോ അല്ലെങ്കിൽ അവിടെ വീക്കൊക്കെ ഉണ്ടാകുന്ന സംഭവം. അതിൽ കെരോയിൻസ് ഉണ്ടാവും, അതുപോലെ ഫാബസും ഉണ്ടാവും. കെരോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്സസ്, പഴുപ്പ് ഉണ്ടാവുക. ഫാബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ എന്താ പറയുക, ഈ ഡേർട്ടി മെറ്റീരിയൽസൊക്കെ കട്ട പിടിച്ച പോലുള്ളൊരവസ്ഥ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് മുടിയൊക്കെ കളയുമ്പോൾ അവരുടെ തലയിലൊക്കെ ഇതുപോലെ കട്ട പിടിച്ച് നിൽക്കുന്നൊരു സംഭവം കാണാം, ഒരു സ്കിന്നിൻ്റെ മെറ്റീരിയൽ പോലുള്ളൊരു സാധനം. അങ്ങനെ കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഫാബസ് എന്ന് പറയും. അതുപോലെ പിന്നെ നോൺ ഇൻഫ്ലമേറ്ററിയിൽ സാധാരണഗതിയിൽ ഈ പഴുപ്പോ അല്ലെങ്കിൽ കട്ട പിടിക്കലൊന്നും ഉണ്ടാവില്ല. അവിടെ ഉണ്ടാവുക ബ്ലാക്ക് ഡോട്ട്, അതുപോലെ എക്ടോത്രിക്സ്, അതുപോലെ തന്നെ എൻഡോത്രിക്സ്. ഇപ്പോൾ എക്ടോത്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ കൊണീഡിയ നമ്മുടെ ഹെയർ ഷാഫ്റ്റിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എൻഡോത്രിക്സ് എന്ന് പറയുക. അതേസമയം എക്ടോത്രിക്സ് ആണ് ഈ കൊണീഡിയ നമ്മുടെ ഹെയർ ഷാഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ പറ്റും. അതാണ് എക്ടോത്രിക്സും എൻഡോത്രിക്സും. പിന്നെ സാധാരണ ഇത്തരം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീനിയ ക്യാപിറ്റിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹെയർസൊക്കെ വളരെ ഡള്ളായിട്ടും ഗ്രേ കളറിലുമാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ ഹെയർ ഷാഫ്റ്റിൻ്റെ ബേസ്, അതുപോലെ ഹെയർ ഫോളിക്കിൾസ്, ഇതിലൊക്കെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഹെയർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേക്ക് കാണുന്ന നമ്മുടെ മുടി, അതുപോലെ തന്നെ ഹെയർ ഫോളിക്കിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സ്കിന്നിൻ്റെ അടിഭാഗത്ത് ഈ മുടിയൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്, അതാണ് ഹെയർ ഫോളിക്കിൾസ്. ആ ഹെയർ ഫോളിക്കിൾസിനും ഈ ഇൻഫെക്ഷന് ചില സമയത്തൊക്കെ കാണാറുണ്ട്. ദ ബേസ് ഓഫ് ഹെയർ ഷാഫ്റ്റ് ആസ് വെൽ ആസ് ഹെയർ ഫോളിക്കിൾസ് ഈസ് ഇൻവോൾവ്ഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഹെയറൊക്കെ മുറിഞ്ഞു പോകും. ദിസ് ഈസ് ബ്രേക്കേജ് ഓഫ് ഹെയർ അറ്റ് follicular orifice which create patches of alopecia which black dots broken hairs. ഈ അലോപേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഡൻ എയർ ഫാൾസ് ആണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും, മുടിയൊക്കെ ഒരു ഡള്ളായിരിക്കും, അതുപോലെ ഗ്രേ കളറൊക്കെ ആയിരിക്കും, അതുപോലെ ഡോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ടീനിയ ക്യാപിറ്റിസ്. ടീനിയ ക്യാപിറ്റിസ് സഡൻ എയർ ഫാൾസ് വന്നിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന, ചിലപ്പോൾ അവിടെ ഈ പഴുപ്പ് പോലെ കാണപ്പെടാം. അപ്പോൾ നമുക്കറിയാം രണ്ട് തരം നമ്മൾ കണ്ടിരുന്നു അല്ലേ, ഒന്ന് പഴുപ്പുണ്ടാക്കുന്നതും വേറൊന്ന് പഴുപ്പില്ലാത്തതും. അപ്പോൾ ഈ രണ്ടിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കാണുന്നത്. ഡള്ളായിട്ടുള്ള ഗ്രേ കളേർഡ് ആയിട്ടുള്ള മുടിയൊക്കെ നമുക്കിതിൽ കാണാം. ഇനി ഈ വേറൊരു ഡിസീസാണ് ടീനിയ കോർപ്പോറിസ്. സാധാരണഗതിയിൽ ഈ നമ്മുടെ ഹെയർ ഇല്ലാത്ത ബോഡിയിൽ കാണപ്പെടുന്ന, സ്കിന്നിൽ കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷനാണ് നമ്മുടെ ടീനിയ കോർപ്പോറിസ്. ദിസ് ഈസ് ഡിസീസ് ഓഫ് ഗ്ലാബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഹെയറി സ്കിൻ ഓഫ് ബോഡി ആൻഡ് മേ റിസൾട്ട് ഫ്രം എക്സ്റ്റൻഷൻ ഓഫ് ഇൻഫെക്ഷൻ ഫ്രം സ്കാൽപ്പ്, ഗ്രോയിൻ ഓർ ബിയേർഡ്. അപ്പോൾ എന്താണ് നമ്മുടെ സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ തലേൻ്റെ സ്കിന്നില്ലാത്ത തലയിലാണ് സാധാരണഗതിയിൽ ഇത് ഉണ്ടാവാറുള്ളത്. ഹെയർ ഇല്ലാത്ത തലയുടെ സ്കിന്നിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഗ്രോയിനിൽ, ബിയേർഡിലൊക്കെ സാധാരണഗതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിത്രോമാറ്റസ് സ്കെയിലി ലീഷൻസ് ഉണ്ടാകും. എറിത്രോമാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചുവപ്പ് കളർ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചുവന്ന് തുടുത്ത, അല്ലെങ്കിൽ നമ്മളെന്താ പറയുന്നത്, ചുവന്ന് ചെണർത്തൊരു കളറ് കാണാൻ പറ്റും. അതുപോലെ സ്കെയിലി ലീഷൻസ് കാണാൻ പറ്റും. സ്കെയിലി ലീഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ഈ സ്കിന്നിലൊക്കെ അങ്ങനെ ഒരു ചെറിയൊരു പൊട്ട് പോലുള്ള സംഭവം ഉണ്ടാകുന്നത്, അതാണ് നമ്മൾ സ്കെയിലി ലീഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിണ്ട് കീറുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്കെയിലി ലീഷൻസ് ഉണ്ടാവും.
ക്യാരക്ടറൈസ്ഡ് ബൈ എറിത്രോമാറ്റസ്, സ്കെയിലി ലീഷൻസ്. അതുപോലെ ആനുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കുലർ ആയിട്ടുള്ള ലീഷൻസ്. ആനുലാർ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള ലീഷൻസ് ഉണ്ടാവും. അതുപോലെ ഷാർപ്ലി മാർജിനേറ്റഡ് പ്ലേക്സ് ഉണ്ടാവും. പ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള ഒരു സംഭവം, അതിനാണ് നമ്മൾ പ്ലാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ പ്ലാക്കുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ വിത്ത് റേസ്ഡ് ബോർഡർ വിച്ച് മേ ബി സിംഗിൾ, മൾട്ടിപ്പിൾ ഓർ കോൺഫ്ലുവൻസ്. അത് സിംഗിളായിട്ടുണ്ടാവും, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് പറഞ്ഞാൽ പസ്റ്റ്യൂൾസ് പറഞ്ഞാൽ പഴുപ്പുണ്ടാവുന്ന രീതിയിലും ഇത് നമുക്ക് കാണാറുണ്ട്. അതാണ് നമ്മുടെ ടീനിയ കോർപ്പോറിസ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് സർക്കുലർ ആയിട്ടുള്ള റൗണ്ടഡ് ആയിട്ടുള്ള ചുവന്ന് ആ ചുവപ്പ് കളർ കാണുന്നതുകൊണ്ടാണ് നമ്മളതിനെ എറിത്രോമാറ്റസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരം എറിത്രോമാറ്റസ് ആയിട്ടുള്ള ഇത്തരം ലീഷൻസ് ചില സമയത്ത് പസ്റ്റ്യൂൾസ് പറഞ്ഞാൽ പഴുപ്പും ഉണ്ടാവാറുണ്ട്. ഇനി ടീനിയ പെഡിസ്. ദിസ് ഈസ് ദ ഇൻഫെക്ഷൻ ഓഫ് പ്ലാന്റർ ആസ്പെക്റ്റ് ഓഫ് ഫുഡ്. അതായത് കാല് മുഴുവനും മൊത്തത്തിൽ കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതുപോലെ ചിലപ്പോൾ ടോസ് ആൻഡ് ഇൻ്റർഡിജിറ്റൽ വെബ് സ്പേസസ്, അതായത് നമ്മുടെ വിരലുകളിൽ, അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾക്ക് ഇടയിലുള്ള സ്പേസ്, അവിടെയൊക്കെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കാണാം. ഇനി ഇറ്റ് ഈസ് ഫ്രീക്വൻ്റ്ലി സീൻ എമംഗ് ഇൻഡിവിജ്വൽസ് വിയറിംഗ് ഷൂസ് ഫോർ ലോങ് അവേഴ്സ് ആൻഡ് പോപ്പുലർലി നോൺ ആസ് അത്ലറ്റ്സ് ഫുട്ട്. അപ്പോൾ സാധാരണഗതിയിൽ കുറേ സമയം നമ്മൾ ഈ ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്തരം കൂടുതൽ സമയം ഷൂ ഇടുന്ന ആളുകളുടെ കാലിലൊക്കെയാണ് ഈ നമ്മുടെ ടീനിയ പെഡിസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരം ഷൂ ഇടുന്ന ഈ അത്ലറ്റിക്സിനൊക്കെ സ്ഥിരമായിട്ട് ഇത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫെക്ഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്ന വേറൊരു പേരാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടോസിൻ്റെ വെബിൽ സ്കെയിലിംഗ്, നേരത്തെ പറഞ്ഞ പോലെ സ്കെയിലിംഗ് നമുക്ക് കാണാം. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഔട്ടർ ലെയർ ഓഫ് എപ്പിഡെമിസ് അല്ലേ. നമ്മുടെ കാലിൻ്റെ തൊലിയുടെ എപ്പിഡെമിസിൻ്റെ ഔട്ടർ ലെയർ ലോസായി പോകുന്നതിനാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ടോസ് വെബ്സ് സ്കെയിലിംഗ്, അതുപോലെ തന്നെ ഫിഷറിങ് എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിലുണ്ടാകുന്ന ക്ലീവേജ്, ഈ മുറിവുകൾ, അതിനാണ് നമ്മൾ പറയുന്നത് ഫിഷറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാസറേഷൻസ് ആൻഡ് എറിത്രീമ. മാസറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിണ്ട് കീറുക, നമ്മുടെ കാലിൻ്റെ അടിഭാഗമൊക്കെ വിണ്ട് കീറുക. അതുപോലെ തന്നെ എറിത്തീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുവപ്പ് കളറായിട്ട് മാറുക. മേ ബി അസോസിയേറ്റഡ് വിത്ത് ഇച്ചിങ് ഓർ ബേണിങ് സെൻസേഷൻ. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇച്ചിങ്ങും അതുപോലെ തന്നെ ബേണിങ്, അല്ലെങ്കിൽ നമുക്ക് ബേണിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊള്ളുന്നൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഇനി ഡ്യൂ ടു മാസറേഷൻ ആൻഡ് പീലിംഗ്, അപ്പോൾ നമുക്ക് വിണ്ട് കീറുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കിന്നിൻ്റെ അപ്പർ ലെയർ ലോസായി പോവുക. സ്കിന്നിൻ്റെ അപ്പർ ലെയർ ലോസായി പോകുന്നതിനാണ് നമ്മൾ പറയുന്നത് പീലിംഗ്. അപ്പോൾ നമുക്ക് ഈ വിണ്ട് കീറൽ, പീലിംഗ്, അതുപോലെ ക്രാക്സ്, ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ വേറെ ബാക്ടീരിയ വന്നിട്ടൊരു സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി ഈ ഇൻഫെക്ഷൻ ക്രോണിക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സോൾ ബിക്കം ഹൈപ്പർ കെരാറ്റോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാർഡനിങ് ആയി കട്ടി കൂടും അല്ലേ. കെരാട്ടിൻ്റെ അക്യുമുലേഷൻ വന്നിട്ട് കട്ടി കൂടി കഴിയും, വളരെയധികം കട്ടി കൂടും. അപ്പോൾ ആൻഡ് ഇറ്റ്സ് ഓഫൺ കവേർഡ് വിത്ത് ഫൈൻ സ്കെയിൽസ്. അപ്പോൾ ആ കട്ടി കൂടി കഴിഞ്ഞാൽ ആ കട്ടി കൂടിയ സ്ഥലത്ത് എന്ത് ചെയ്യും? അവിടെയുള്ള മുഴുവനും എപ്പിഡെർമിസും ലോസ് ആവുകയും അവിടെ നമുക്കൊരു മുറിവ് വന്നൊരു ഫീലിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ടീനിയ പെഡിസിൻ്റെ ചിത്രങ്ങൾ.
വേറൊന്നാണ് ടീനിയ ബാർബെ. ഇപ്പോൾ ടീനിയ ബാർബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ താടിയിലും അതുപോലെ തന്നെ മീശയിലൊക്കെ ഉണ്ടാവുന്ന ലീഷൻസാണ് കേട്ടോ. താടിയിലും മീശയിലൊക്കെ ഉണ്ടാവുന്ന ലീഷൻസാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ടീനിയ ബാർബെ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരോട് പറയാറുണ്ട്, ബാർബേഴ്സ് ഇച്ച് കേട്ടോ. ഇതിന് പറയുന്ന വേറൊരു പേരാണ് ബാർബേഴ്സ് ഇച്ച്. ഇതൊരു എറിത്രോമാറ്റസ് പാച്ചസ് ആണ്. നമ്മുടെ മുഖത്തൊക്കെ എറിത്രോമാറ്റസ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്കെയിലിങ്ങും ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് സ്കെയിലിംഗ് അല്ലേ. നമ്മുടെ ഔട്ടർ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറിൽ അല്ലെങ്കിൽ സ്കിന്നിലെ എപ്പിഡെർമിസിനുണ്ടാവുന്ന ലോസാണ്, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതിനാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ടീനിയ ബാർബെ എന്ന് പറയുന്നത്. ഇതൊക്കെ ടീനിയ ബാർബെയാണ്. ഇനി വേറൊന്നാണ് ടീനിയ ക്രോയിസ്. ടീനിയ ക്രോയിസ്. ഇപ്പം നമ്മുടെ ഗ്രോയിൻ, നമ്മുടെ കാലിൻ്റെയും കൈൻ്റെയൊക്കെ ഗ്രോയിൻസിലുണ്ടാവുന്ന ഡെർമാറ്റോഫൈറ്റോസിസ് ആണ് ടീനിയ ക്രോയിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മുടെ പെരിനിയം, അതുപോലെ തന്നെ സ്ക്രൂട്ടം, അതുപോലെ പെരിനിയൽ ഏരിയയിലൊക്കെ സാധാരണ നമ്മളെ ബട്ടക്ക്, നമ്മുടെ ഗ്രോയിൻ്റെ ഉൾഭാഗത്തൊക്കെ കാണപ്പെടുന്ന ഒരു ഡെർമാറ്റോഫൈറ്റ് ഇൻഫെക്ഷനെയാണ് നമ്മൾ ടീനിയ ക്രോയിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ ദ അപ്പിയറൻസ് ഓഫ് ടീനിയ ക്രോയിസ് ക്യാൻ ബി സീൻ ഇൻ അനദർ intertrigus area such as axilla around ambicus of obese patients. അപ്പോൾ നമുക്ക് ഈ വളരെ തടി കൂടിയ ആളുകളുടെ അംബലിക്കൽ ഏരിയ, അതുപോലെ തന്നെ ആക്സിലയിലൊക്കെ നമുക്ക് ഈ ടീനിയ ക്രോയിസിൻ്റെ ഇൻഫെക്ഷൻസ് കാണാൻ പറ്റും. ഇനി വേറൊന്നാണ് ടീനിയ മാനം. ടീനിയ മാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയിൻ്റെ കൈപ്പത്തികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ഡെർമാറ്റോഫൈറ്റിക് ഇൻഫെക്ഷൻ സ്കിൻ ഓഫ് പാമർ ആസ്പെക്റ്റ് ഓഫ് ഹാൻഡ്. മൊത്തം കൈ മുഴുവനും ഈ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കൈയിൻ്റെ ഫിംഗേഴ്സിനൊക്കെ കരോട്ടിൻ്റെ അളവ് കൂടുകയും വളരെ ഹാർഡായിട്ട് മാറുകയും അത് ആ കൈ മുഴുവനും വ്യാപിക്കുകയും ചെയ്യും. അതാണ് ടീനിയ മാനം എന്ന് പറയുന്നത്. ഇനി വേറൊന്നാണ് ടീനിയ അൻഗ്വിയം എന്ന് പറയുന്നത്. ഇതൊരു ഡെർമാറ്റോഫൈറ്റിക് ഇൻഫെക്ഷനാണ്. സാധാരണഗതിയിൽ നമ്മുടെ നെയിൽ, കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ നെയിലിനുണ്ടാവുന്ന, പ്രത്യേകിച്ച് അഡൽട്ടായിട്ടുള്ള ആളുകളുടെ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ നെയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഹാർഡനിങ് ആവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ ടീനിയ അൻഗ്വിയം എന്ന് പറയുന്നത്. ഇനി it begins under leading free edge of nail plates or along lateral nail fold മടങ്ങും and may continue until entire nail plates and nail bed are infected. അത് നമുക്കിതിൻ്റെ ചിത്രം കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ നഖം മുഴുവനും ഫോൾഡായി വളരെ കട്ടിയായിട്ടുള്ളൊരു അവസ്ഥയിലും അതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് വളരെ വൃത്തികേടായിട്ടൊരു അവസ്ഥയിലായിരിക്കും ആ നഖം ഇരിക്കുക. ചില ആളുകളിലൊക്കെ നമുക്കങ്ങനെ കാണാറുണ്ട്. അത് സാധാരണ ഇതുണ്ടാവുന്നത് ദർ ഈസ് ആൻ അക്യുമുലേഷൻ ഓഫ് സബംഗ്വൽ ഡെബ്രിസ് ഈസ് ആൻ ഒപ്പാക്ക് ചാക്കി ഓർ യെല്ലോയിഷ് തിക്കൻഡ് നെയിൽഡ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒപ്പാക്ക് ആയിട്ടുള്ള, അതായത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത, ഏകദേശം ഒരു ചാക്കിൻ്റെയൊക്കെ ഒരവസ്ഥയിലുള്ള ഒരു അപ്പിയറൻസുള്ള യെല്ലോ കളേർഡ് ആയിട്ടുള്ള തിക്കൻഡ് നെയിലായിരിക്കും ഇതിലുണ്ടാവുക. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാബോറട്ടറി ഡയഗ്നോസിസിന് വേണ്ടി നമ്മൾ എവിടെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് അതിൻ്റെ സ്ക്രാപ്പിങ്സ്, അപ്പോൾ നെയിലാണ്, നെയിലിൻ്റെ സ്ക്രാപ്പിങ്സ്
അല്ല ചുരണ്ടി എടുക്കുക, നെയിൽ വന്ന് കുറച്ച് നെയിൽ ചുരണ്ടി എടുക്കുക, സ്കിന്നാണെങ്കിൽ കുറച്ച് സ്കിന്നൊക്കെ ചുരണ്ടി എടുക്കുക. എന്നിട്ട് KOH വെറ്റ് മൗണ്ട്, അതായത് KOHൽ കുറച്ച് സമയം ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു സ്ലൈഡിൽ വെക്കുക. സ്ലൈഡിൻ്റെ അതിൻ്റെ മുകളിലൊരു കവർ സ്ലിപ്പ് വെച്ചിട്ട് ജെൻറ്റിലായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നഖമോ അല്ലെങ്കിൽ സ്കിന്നോ ഏത് പോർഷനാവട്ടെ അത് നന്നായിട്ട് ആ സ്ലൈഡിൽ സ്പ്രെഡ് ചെയ്ത് വരും. എന്നിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗസിനെ കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനിൽ നമുക്ക് മൈക്രോകോണീഡിയനെ കാണാൻ പറ്റും കേട്ടോ. മൈക്രോകോണീഡിയ ആർ അബാൻഡൻ ആൻഡ് അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റർ അലോങ് ദി ഹൈഫേ. മൈക്രോകോണീഡിയ ആർ റിലേറ്റീവ്ലി സ്കാൻഡി, ജനറലി എലോങ്ങേറ്റഡ്, വളരെ കുറച്ച് കാണാം, എലോങ്ങേറ്റഡ് ആയിട്ടുള്ള മൈക്രോകോണീഡിയാണ് നമുക്ക് കാണാൻ പറ്റുക. വിത്ത് ബ്ലെൻഡ് എൻ ആൻഡ് ഹാവ് ഡിസ്റ്റിങ്റ്റീവ് ഷേപ്സ് ഇൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. അപ്പോൾ ഓരോ സ്പീഷീസിലും ഒരു ഡിസ്റ്റിങ്വിഷ് ആയിട്ടുള്ള ഷേപ്പിലാണ്, ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പിലാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. സം സ്പീഷീസ് പോസസ് സ്പെഷ്യൽ ഹൈഫൽ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സ്പൈറൽ ഹൈഫൻ്റെ രൂപത്തിൽ കാണാൻ പറ്റും. അതുപോലെ റിക്വറ്റ് മൈസീലിയം കാണാൻ പറ്റും. റിക്വറ്റ് മൈസീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടെൻഡിലും മൈസീലിയത്തിൻ്റെ രണ്ടെൻഡും വളഞ്ഞിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക രണ്ടെൻഡിലും ബൾജായിരിക്കും. ഒരു മൈസീലിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടെൻഡും ഒരു വീങ്ങിയ പോലെ ബൾജായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ റിക്വറ്റ് മൈസീലിയം എന്ന് പറയുന്നത് കേട്ടോ. റിക്വറ്റ് മൈസീലിയം. അതുപോലെ തന്നെ പിന്നെന്താ ആൻഡ് ഫേവിക് കാൻഡിലിയസ്. അതുപോലെ ഫേവിക് കാൻഡിലിയസ് നമുക്ക് കാണാൻ പറ്റും. ഫേവിക് കാൻഡിലിയസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും ഫേവിക് കാൻഡിലിയസ്. അതായത് നമ്മുടെ ഈ ബ്രാഞ്ചഡ് ഹൈഫയിലെ ഈ ബ്രാഞ്ചഡ് ഹൈഫേൻ്റെ സൈഡുകളൊക്കെ കർവ്ഡ് ഫോമിലായിരിക്കും. അങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള ബ്രാഞ്ചഡ് ഹൈഫയ്ക്ക് പറയുന്ന പേരാണ് എന്ത് ഫേവിക് ചാൻഡിലിയസ് എന്ന് പറയുന്നത് കേട്ടോ. വായിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണഗതിയിൽ നമ്മൾ ട്രോപ്പിക്കൽ പ്രിപ്പറേഷൻസാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ അതിന് ഓയിൽമെൻറ്റ്സ് അല്ലെങ്കിൽ ജെൽസ് ഉപയോഗിക്കും. ടോപ്പിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സാധാരണ മൈക്കോനാസോൾ ഉപയോഗിക്കുന്നുണ്ട്, ക്ലോട്രൈമാസോൾ ഉപയോഗിക്കുന്നുണ്ട്, എക്കനാസോൾ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓറൽ പ്രിപ്പറേഷൻസും ഉപയോഗിക്കാറുണ്ട്. ഓറൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടല്ല നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അസോൾസ് ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ടെർബിനാഫൈൻസും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്.